പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജോർദാൻ നദിയിൽ നിന്ന് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ ശേഷം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലോട്ട് നടത്തി. 40 ദിവസം യേശു ഉപവസിച്ചു. യേശുവിന് വിശന്നു. പരീക്ഷകൻ അടുത്ത് വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് യേശു മറുപടി പറഞ്ഞു. തുടർന്ന് യേശുവിന് ഏറ്റവും ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യത്തെയും അവയുടെ മഹത്വത്തെയും ക്ഷണനേരത്തിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവയൊക്കെയും അതിൻ്റെ മഹത്വവും എല്ലാം ഞാൻ നിനക്ക് തരാം. ഇത് എങ്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വീണ് ഒന്ന് നമസ്കരിച്ചാൽ ഇവയൊക്കെ നിനക്ക് തരാം. ഞാൻ ഇത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. അപ്പം ഈ ലോകത്തെ മുഴുവനും നേടുവാൻ യേശു സാത്താൻ്റെ മുമ്പിൽ ഒന്ന് തലകുനിച്ചാൽ മതി, മറ്റൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. സാത്താനെ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സാത്താൻ അവനെ വിട്ട് പോയി. തിരുവചനത്തിൽ ബിംബങ്ങളെ ആരാധിക്കാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എവിടെ നോക്കിയാലും ബൈബിൾ കൈവശമുള്ളവരും ബൈബിൾ അനവധി പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ദൈവത്തിന് വിരോധവും സാത്താന് ഏറ്റവും പ്രിയങ്കരവുമായ ദുഷ്പ്രവർത്തികളെ, മ്ലേച്ഛമായ പ്രവർത്തികളെ ഉപേക്ഷിച്ച് ജീവിക്കാൻ പലരും താല്പര്യം വെക്കുന്നില്ല. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ബാബേലിൻ്റെ രാജാവായ നെബൂഖദ്നേസർ രാജാവ് 90 അടി ഉയരമുള്ള ഒരു ബിംബം, സ്വർണം കൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. അത് ബാബേലിലെ എല്ലാ മനുഷ്യർക്കും വന്ന് ആരാധിക്കാൻ കഴിയുന്ന സുപ്രധാനമായ സ്ഥലത്ത് അത് നിർത്തി. യെരുശലേമിൽ വന്ന് യെരുശലേമിനെ നിരോധിച്ച് അവിടുത്തെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. അതിൽ ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 4 പേരെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ജോലിയിൽ അവരെ ആക്കി. അപ്പോൾ രാജാവ് നിർമ്മിച്ച ഈ ബിംബത്തെ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരും ആരാധിക്കണമെന്ന് ഒരു കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചു. കാഹളം, കുഴൽ, വീണ, തമ്പുരു തുടങ്ങിയ നാദസ്വരം കേൾപ്പിക്കുന്ന സമയത്ത് എല്ലാവരും താണ് വീണ് അതിനെ ആരാധിക്കണം, വണങ്ങണം. ഒന്ന് തലകുനിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. എല്ലാ മനുഷ്യനും ബിംബത്തെ ആരാധിക്കണം. ഇല്ലെങ്കിൽ അവരെ ഏറ്റവും കഠിനമായ എരിയുന്ന തീച്ചൂളയിലിട്ട് കൊന്നുകളയുമെന്നൊരു കൽപ്പനയും പുറപ്പെടുവിച്ചു. രാജാവിൻ്റെ രാജസ്ഥാനത്തുള്ള സകല സംസ്ഥാനങ്ങളിലുമുള്ള മന്ത്രിമാരും ദേശാധിപതിമാരും
സകല ഉദ്യോഗസ്ഥരുൾപ്പെടെ രാജാവിൻ്റെ അധീനതയിലുള്ള മുഴുവൻ ജനങ്ങളും ബിംബത്തിൻ്റെ മുമ്പിൽ വന്ന് കുമ്പിട്ടു. എന്നാൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് 3 പേര് ഒരു കാരണവശാലും ദൈവത്തെ അല്ലാതെ മറ്റാരുടെയും മുമ്പിൽ തല കുനിക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അസൂയാലുക്കളായ രാജ്യത്തിൻ്റെ പ്രധാനികൾ രാജസന്നിധിയിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞ്, രാജാവേ, നീ ഉയർത്തിയ ബിംബത്തെ എല്ലാവരും വണങ്ങുമ്പോൾ രാജസന്നിധിയിൽ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 പേര് ബിംബത്തെ വണങ്ങുന്നില്ല എന്ന് പറഞ്ഞു. രാജാവ് കോപിച്ചു. അവരെ രാജസന്നിധി കൂട്ടി കൊണ്ടുവന്നു. ഞാൻ കാഹളം, കുഴൽ, വീണ, തമ്പൂര് തുടങ്ങിയ നാദസ്വരങ്ങൾ കേൾപ്പിക്കുമ്പോൾ വീണ് അതിനെ നമസ്കരിക്കണം, ഇല്ലെങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ നിങ്ങളെ ഇട്ടുകളയുമെന്ന് വീണ്ടും കർശനമായ കൽപ്പന കൊടുത്തിട്ടും അവർ പറഞ്ഞു, രാജാവേ, ദൈവം ആ എരിയുന്ന തീച്ചൂളയിൽ ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ വണങ്ങുകയില്ല എന്ന് പറഞ്ഞു. അതികഠിനമായി അഗ്നിജാലം 7 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ട് രാജകൽപ്പന നിരസിച്ച ഈ 3 പേരെ കൈകാലുകൾ ബന്ധിച്ച് തീച്ചൂളിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എങ്കിലും അവരെ എടുത്തുകൊണ്ടുപോയ ആളുകൾ തീയുടെ ജ്വാല നിമിത്തം ദഹിച്ചുപോയി. ഇവരെ തീജ്വാലയിൽ വലിച്ചെറിയുമ്പോൾ അവരോടുകൂടെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. 4 പേര് രാജാവ് നോക്കുമ്പോൾ 4 പേര് തീച്ചൂളയ്ക്കകത്ത് ഉല്ലാസത്തോടെ നടക്കുന്നു. രാജാവ് അത്ഭുതപ്പെട്ടു. ഇതെന്ത്? നമ്മൾ 3 പേരെയല്ലേ തീച്ചൂളയെ വലിച്ചെറിഞ്ഞത്? ഇതാ ഇപ്പോൾ അവർ 4 പേര് നടക്കുന്നു. രാജാവ് നോക്കിയപ്പോൾ 4ാമത് ഉള്ളവൻ ദൈവത്തിൻ്റെ ദൂതൻ്റെ മുഖം പോലെ ഇരിക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ശരീരത്തിലെ മുടിയൊന്നും വെന്തുപോയിട്ടില്ല. പ്രിയമുള്ളവരെ, രാജാവ് അവരെ തീച്ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവർ കാണിച്ച ആ ധൈര്യം കണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറഞ്ഞ 3 പേര് ആരാധിക്കുന്ന ദൈവത്തെ യാതൊരു മനുഷ്യനും ഇനി നിന്ദിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ അവനെ കഷണമാക്കി കളയുമെന്ന് രാജാവ് വീണ്ടും കൽപ്പന പുറപ്പെടുവിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഈ വിധത്തിൽ ഞങ്ങൾ ദൈവത്തെ അല്ലാതെ യാതൊന്നിൻ്റെയും മുമ്പിൽ തല കുനിക്കുകയില്ല എന്ന് ബൈബിൾ കൈവശം ഉള്ള എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും ദൈവവചനത്തിൽ ഇപ്രകാരം അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ വളരെ ന്യൂനപക്ഷമായ ചിലരൊക്കെ ഞങ്ങൾ ദൈവത്തെ മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലും ഭൂരിഭാഗം ആളുകളും തെറ്റിനെ ന്യായീകരിച്ച് ജീവിക്കുന്നവരാണ്. അതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചില്ല എങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും കഷ്ടപ്പെടുകയും പീഡനമേൽക്കേണ്ടതായിട്ടും വരും എന്ന് പറഞ്ഞ്, പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒഴുക്കിനൊത്ത് ജീവിച്ചാൽ ദൈവത്തെ വിശ്വസ്തയോടെ അനുസരിച്ച് പിൻപറ്റുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ദൈവത്തിന് പ്രാപിക്കുവാൻ
ആർക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ശദ്രക്ക് മേശക്ക് അതിനെ കാണിച്ചതുപോലെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞാലും എന്തു ചെയ്താലും യേശു പറഞ്ഞതുപോലെ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രമേ സേവിക്കാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ യാതൊന്നിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതെ ദൈവസന്നിധി മാത്രം നാം തലകുനിച്ച് ദൈവത്തെ മാത്രം അനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ലോകർ എല്ലാം കൈവിട്ടാലും ഒരു നാളും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ അവിടുന്ന് കൺമണി പോലെ സൂക്ഷിക്കും. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും.